ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ പ്രൊഡക്ട്സുകളൊന്നും ഇല്ലാതെ ഒരു 5 മിനിറ്റ് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ ചെയ്താലോ? അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി. ഈ ഓറഞ്ചിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഓറഞ്ച് വളരെ സുലഭമായി കിട്ടുന്ന സമയമാണ് ഇപ്പം. 2-3 കിലോ വാങ്ങിച്ചോ, എന്നിട്ട് കുറച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുകയും ചെയ്യാം. അതിനൊപ്പം ഇതുപോലെ തൊലി എടുത്ത് വയ്ക്കുക. തൊലി എടുത്ത് ഒരു 4-5 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഇതുപോലെ ഉണക്കിയെടുക്കുക. ചെറിയ രീതിയിൽ അതിൻ്റെ തൊലികൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ന്യൂസ് പേപ്പറിനകത്തോ ഒരു പേപ്പർ വെച്ചിട്ട് അത് നന്നായിട്ട് 4-5 ദിവസത്തെ വെയിലിൽ ഉണക്കിയെടുക്കുക. എന്നിട്ട് അത് ചൂട് പോകുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മളൊന്ന് മടക്കി നോക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പൊട്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നമ്മൾ വെയിലത്ത് വെച്ച് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാൻ പാടാണ്. ആ ഇളം ചൂടോടുകൂടി തന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കിയിട്ട് നമുക്ക് ഈ ഫ്രിഡ്ജിനകത്ത് 1 കൊല്ലമോ 2 കൊല്ലമോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്നും കേടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് എത്രത്തോളം തൊലിയുണ്ടോ അത്രത്തോളം നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് പരത്തി വെച്ചിട്ട് അതിൻ്റെ ചൂട് ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അവിൽ. നമ്മുടെ നോർമൽ അവിലാണ് കേട്ടോ, വെള്ള അവിലല്ല, നോർമൽ അവിലില്ലേ, തവിട് അടങ്ങിയിട്ടുള്ള അവിൽ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെൻ്റ് എടുക്കാം. എന്നാലും ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈക്കുമ്പിളിൽ കൊള്ളുന്ന അത്രയും അവിലാണ് ഞാൻ എടുക്കുന്നത്. കണ്ടോ, ഈ 2 കൈക്കുമ്പിളിൽ ഒരു കൈക്കുമ്പിളിൽ നമ്മൾ 2 തവണയായിട്ട് എടുക്കുക. എന്നതിന് ശേഷം 1 കൈക്കുമ്പിളിൽ കൊള്ളുന്ന അത്രയും ഉലുവയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഉലുവയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സ്കിന്നിന് അത്രയും നല്ല സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയും ഞാൻ പറയുന്നത് അതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപയറാണ്. ആ ചെറുപയർ ഇതേപോലെ എടുക്കാം. കഴുകി ഉണക്കി എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, സ്കിന്നിനൊക്കെ അലർജി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് കഴുകി ഉണക്കി എടുക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു കൈക്കുമ്പിളിൽ ഒരു 1/4 ഭാഗം അത്രയും ജീരകമാണ്. ഇത് നല്ല ജീരകമാണ്, നല്ല മണമുള്ള ജീരകമില്ലേ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന പെരുംജീരകം ഇല്ലേ, അതല്ല, വലിയ ജീരകം അല്ല, ചെറിയ ജീരകമാണ് കേട്ടോ. സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചെറിയ ജീരകമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഒരു കൈക്കുമ്പിളിൽ കൊള്ളുന്ന അത്രയും തന്നെ ഓറഞ്ച് പീൽ പൗഡർ. സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കുക കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒരു കൈക്കുമ്പിളിൽ അത്രയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായി പൊടിച്ച് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്ത് ചെറിയൊരു സ്ക്രബ് എഫക്റ്റ് കൂടെ ഉണ്ട് കേട്ടോ. ഇതിനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പാത്രം എടുക്കാം. അത് എയർ ടൈറ്റ് ബോക്സ് എടുത്തിട്ട് അതിനകത്ത് വെക്കാം. അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമുക്ക് ബാത്റൂമിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പുറത്ത് സൂക്ഷിക്കാം. അത് ഞാൻ എന്താണ് പ്രത്യേകം പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം കൂടെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് ഡെയിലി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ പൊടി കേടാവില്ല. ഇത് നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന വാഷ് ബേസിൻ്റെ അവിടെയോ എങ്ങനെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് വെള്ളത്തിലോ തൈരിലോ പാലിലോ ഒക്കെ നമുക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഡെയിലി ഫേസ് വാഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഓയിൽ മസാജ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് വെറും പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്താലും നമുക്ക് ഹോസ്റ്റലേഴ്സിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. ബാക്കി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വലിയ ഡബ്ബയ്ക്കകത്ത് എടുത്തിട്ട് എയർ ടൈറ്റ് ബോക്സിൽ എടുത്തിട്ട് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഈ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി ഒരു സ്പൂൺ വെച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈ പൗഡർ കട്ട പിടിക്കില്ല. അതിനാണ് ഡെയിലി ഷെയ്ക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് മാത്രമാകുമ്പോൾ നമുക്ക് വേറെ ഫേസ് വാഷിൻ്റെ ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഫേസ് വാഷ് ചെയ്യേണ്ടി വരും. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തൈരിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പാലിനകത്തോ പച്ചവെള്ളത്തിനകത്തോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫേഷ്യൽ ആയതുകൊണ്ട് തൈരിനകത്താണ് എടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ സ്റ്റെപ്പ് ഫേഷ്യലാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ തൈര് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഓയിലി സ്കിൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂട്ടാവുന്ന എന്തിനകത്തും ഈ പൊടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കംഫർട്ട് അനുസരിച്ച് തക്കാളിയുടെ നീരിലോ അല്ലെങ്കിൽ പാലാണെങ്കിൽ പാല്, തൈരാണെങ്കിൽ തൈര്, വെറും വെള്ളത്തിലാണെങ്കിലും ഇത് ഫേസ് വാഷ് പോലെ ഇട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ആദ്യം ഫേസിലൊക്കെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തപ്പോൾ കുറച്ച് തിക്കായി പോയിട്ടുണ്ട്, അത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ബ്ലെമിഷസോ ഡാർക്ക്നെസ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇത് കളയാനായിട്ട്. അപ്പം ഈ പറയുന്ന അണ്ടർ ആംസിലോ കൈകാൽ മുട്ടിലോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുൾ ബോഡി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ്, എന്നാലും ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഫേസിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത്, ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് വേണമെങ്കിൽ നമുക്ക് മുഖത്ത് നന്നായിട്ട് ഫേസ് ഓയിൽ ചെയ്യാം. എന്നതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഓയിലി സ്കിന്നുകാരൊക്കെയാണ്, ഓയിൽ അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ടൊന്ന് ആവിക്കൊള്ളുക. അതിനിപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എന്നല്ല കേട്ടോ, എല്ലാവർക്കും തന്നെ ഫേസ് ഒന്ന് ആവി കൊണ്ടതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫേഷ്യൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഇതൊന്ന് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണം, ചെവിയിലും അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഡ്രസ്സിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്ത് സാധനങ്ങളും നമ്മൾ ഈ സ്കിന്നിനകത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് സ്കിന്നിനകത്തേക്ക് ലെയറിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുകയുള്ളൂ. വെറുതെ പാക്ക് ഇടുന്നതിനേക്കാളും എപ്പോഴും എഫക്റ്റീവായിട്ടുള്ളത് മസാജ് ചെയ്യുമ്പോഴാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് സ്ക്രബൊക്കെ ധാരാളം മതി, അതിലും കൂടുതൽ ആവശ്യമില്ല. ഇതിപ്പോൾ നമുക്കൊരു 7 ദിവസമോ 21 ദിവസമോ ഒക്കെ അടുപ്പിച്ച് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയിലേക്ക് ആക്കാം, അല്ലെങ്കിൽ വീക്ക്ലി 1 or 2 നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്കിതൊന്നൊരു 5 മിനിറ്റ് ഫേസിലൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണം എന്നില്ല, ഒന്ന് ഉണങ്ങുന്ന സമയത്ത് വലിഞ്ഞു പിടിക്കില്ലേ, ആ ഒരു 5 മിനിറ്റ് മതിയാവും. എന്നതിന് ശേഷം നമുക്ക് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഫേസ് വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ഒരു ഫ്രഷ്നെസ്സാണ്, ആ ഒരു ഫേസ് നല്ല ക്ലിയറായി നല്ല ക്യൂട്ടായി നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറന്നു പോകണ്ട, എല്ലാവരും ട്രൈ ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ, ലവ് യു.